എടാ നാറി, എടാ പരമാറി, എടാ തന്തയുടെ പ്രായമുള്ള നിന്റെ തന്തക്ക് എന്നെപ്പോലുള്ളൊരു വിളിപ്പിക്കേണ്ട ഒരവസ്ഥ നീ വരുത്തുന്നുണ്ടെങ്കിൽ നിന്നെ കാലിന് പോലും വേണ്ടാടാ. നിന്നെ കാലം കൊണ്ടുപോയി ഇങ്ങനെ അവിടെ ഉണ്ടല്ലോ, നീ അവർക്ക് സ്വൈര്യം കൊടുക്കൂല. അതാണ് നിന്നെ കാലിന് പോലും വേണ്ടാണ്ട് വച്ചുകൊണ്ടിരിക്കണേന്ന് എനിക്ക് തോന്നുന്നു. എടാ എങ്ങനെ സാധിക്കുന്നു ആലോചിച്ച് നോക്കടാ. എടാ ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു, അതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചത്, എന്താണ് പ്രശ്നം എന്നും കൂടി ഒന്നും അറിയില്ല. അപ്പോഴേക്കും അവൻ ഒരു പിഞ്ചു പൈതൽ ജനിച്ച് വീഴുമ്പോൾ അത് ഒരു മുസ്ലിം ആണെങ്കിൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ കേട്ടോ, അത് അപ്പം തന്നെ ഇവൻ അങ്ങോട്ട് വന്നിട്ട് ആ ഒരു പ്രസവശേഷം പോലും ആ കുഞ്ഞ് മരിച്ചു പോയിങ്ങനെ അപ്പം തന്നെ അവൻ്റെ വായിന്ന് വിഷം തുപ്പാനായിട്ട് ഇതുപോലെ കുറേ പരനാറികൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഇത് സമൂഹത്തിൽ കാണുന്ന സാധനങ്ങളാണ്. ഇത്രയും പ്രായമായി നീ മണ്ണ് വരെ നിനക്ക് ബുക്ക് ചെയ്തിട്ടേക്കാമെന്നുള്ളൊരവസ്ഥ. അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ ഇതേപോലെയാണോ? മക്കളും മരുമക്കളും അച്ഛനും അമ്മയും എല്ലാം കൂടി പരസ്പരം ഉരുട്ടിണ്ടായതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. നിൻ്റെ ഈ ഡയലോഗ് കേട്ട് തന്നെ. നിൻ്റെ നാട്ടിലൊന്നും ആണുങ്ങളില്ലേ? അല്ലെങ്കിൽ നിൻ്റെ നാട്ടിലേക്ക് നീ പുറത്തിറങ്ങാറില്ലേ? ഏതെങ്കിലും ഒരു കൊച്ചുമുറിയിൽ കൊച്ചു പുസ്തകവും വായിച്ചിട്ടിരിക്കലാണോ എൻ്റെ പണി ചെറുപ്പം മുതൽ? എന്നിട്ടൊരു ഫേസ്ബുക്ക് എടുത്തിട്ട് നിനക്ക് വായി തോന്നിയതും നിൻ്റെ വിരലിൽ തോന്നിയതും നിനക്ക് കുത്തിയിടാനാണോ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം? ചോദ്യം ചെയ്യാൻ ആളില്ലാഞ്ഞിട്ടാണോ? അതോ ബോധമില്ലാഞ്ഞിട്ടാണോ? എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു കൺസെപ്റ്റുള്ള ആർക്കും തന്നെ എല്ലാം കോമാളികളാണ്. എല്ലാവരും അതിലേക്ക് പോകുന്നവരൊക്കെ കോമാളികളാണ്. ആ കോമാളിത്തരമാണ് കാണിക്കുന്നത്. അത് മനഃപൂർവ്വം കാണിക്കുന്നതാണോ അത് അങ്ങനെ ഉള്ളവരെടുക്കുന്നതാണെന്നോ ഒരു വരെ എനിക്ക് സംശയമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ജാതി കമൻ്റൊക്കെ ഒരു പെൺകുട്ടി അതിൻ്റെ കുടുംബം ഇന്ന് അതിൽ നിന്നൊന്നും മോചനം നേടാൻ എന്താ കാരണം എന്നുകൂടി ചിലപ്പോൾ ആ ഫാമിലിക്ക് അറിയാൻ പാടുണ്ടാവില്ല. അപ്പോഴേക്കും ഇവനെ പോലുള്ള തന്തക്ക് പറഞ്ഞ തന്തയില്ലാത്ത താലോലികൾ വരും, കമൻ്റ് ഇടും. എങ്ങനെയാടാ ഞാനൊക്കെ ചീത്ത തെറി പറയണം? എൻ്റെ തന്തയുടെ പ്രായമായിട്ടുള്ളവനൊക്കെ ഞാൻ തെറി പറയുമെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ മോശക്കേട് തനിക്കുണ്ടോടോ? ഇതിലും വലിയ മോശക്കേട് തനിക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചു പൈതങ്ങൾ വരെ വന്ന് തന്നെ തെറി പറയണമെന്നുണ്ടെങ്കിൽ തൻ്റെ തന്തക്ക് വിളിക്കണേ. ഇത് തന്തയില്ലായ്മയായിട്ടുമല്ല തന്തക്ക് വിളിക്കണേ. തനിക്ക് ബോധമില്ലാഞ്ഞിട്ടാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. കൊച്ചു പിള്ളേർ വരെയും പറയണേ അതിലും മൂപ്പില്ലേ, പ്രായമില്ലേ? വല്ല വിദേശയാത്രയും നടത്തി ഏതെങ്കിലും മൂലക്ക വിദേശയാത്രയും നടത്തി ഉള്ള സുഖവും സമ്പാദ്യമൊക്കെ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ പോകാനുള്ള കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്ത്, അല്ലെങ്കിൽ വല്ല ദൈവത്തിൻ്റെ അടുത്തേക്കും വല്ല നമസ്കാരം ചെയ്ത് വല്ല പ്രാർത്ഥനയും ചെയ്ത് ഒരു മൂലയ്ക്ക് കൂടിയിരുന്ന് അതിനുള്ള ക്രിയയൊക്കെ ചെയ്യാനുള്ളതിന് വന്നുകൊണ്ട് ഇവനാണാണോ പെറ്റത് പെണ്ണാണോ പെറ്റത്?